നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ 18, 19, 20 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഏപ്രിൽ 18 രാവിലെ 8:21 AM മുതൽ ഏപ്രിൽ 20 വൈകിട്ട് 6:04 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. അപ്പോൾ ദക്ഷിണ ഞങ്ങൾ ചോദിച്ച് വാങ്ങുന്നത് ശരിയല്ല, ശരി, സമ്മതിച്ചു. പക്ഷേ ഞങ്ങൾ പണമായിട്ട് ദക്ഷിണ ചോദിക്കുന്നില്ല. പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ദക്ഷിണയായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഫലങ്ങൾ പറയാം. ഒരു ദിവസം മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങളാണ് ഇതിൽ പറയുന്നത്. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. കാരണം ഏകദേശം 5 ഗ്രഹങ്ങളോളം പ്രതികൂലമായിട്ട്, ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി 7 ശനിയാണ്. 7 ശനി തുടങ്ങിയിരിക്കുകയാണ് മാർച്ച് 29 തൊട്ട്. അപ്പോൾ ശനിദോഷം മാറ്റാനായിട്ട് ഇവർ ശനിയാഴ്ച ശിവക്ഷേത്രത്തിൽ പോവുക, ജലധാര നടത്തുക, ഏറ്റവും കുറഞ്ഞത്. പിന്നെ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുക. അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് വഴിപാടുകൾ നടത്തുക. അതുപോലെ സർപ്പവും പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സർപ്പക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തുക. അതുപോലെ തന്നെ പുള്ളുവമ്പാട്ട് നടത്തുക. അത് ആയില്യം ദിവസം നടത്തുന്നത് ഉചിതമായിരിക്കും. എല്ലാ ദിവസവും അമ്പലങ്ങളിൽ പോവുക. ചൊവ്വ പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക. പിന്നെ സൂര്യൻ പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ദിവസങ്ങളിൽ പോവുക. ബുധനും പ്രതികൂലമാണ്. അപ്പോൾ ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. എങ്കിലും ഇവർക്ക് വ്യാഴം അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. ബന്ധങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും പൊതുവെ മേടം രാശിക്ക് പ്രതികൂലങ്ങളായ ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യൻ, വ്യാഴം, ചന്ദ്രൻ ഇവ പ്രതികൂലങ്ങളാണ്. ഈ ഗുണാധിക്യം അത്യധികം ഗുണാധിക്യമായിട്ട് മാറാൻ ഇവർ ഞായറാഴ്ച, തിങ്കളാഴ്ച, ശനിയാഴ്ച ശിവക്ഷേത്രങ്ങളിൽ പോവുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ തിങ്കളാഴ്ച പ്രത്യേകം ശിവക്ഷേത്രത്തിൽ പോവുക, വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ശനി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് അത്യധികം അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ
അതുപോലെ തന്നെ ചൊവ്വയും അനുകൂലമാണ്. അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഏർപ്പെടുന്ന എല്ലാ സംരംഭങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. അതുപോലെ സാങ്കേതിക രംഗത്ത് മികവുകൾ കൊണ്ട് നേട്ടങ്ങളുണ്ടാവാം. അപ്പോൾ ഇടവം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഇനി മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ശനിയും വ്യാഴവും പ്രതികൂലങ്ങളാണ്. പത്താം ഭാവത്തിൽ കർമ്മസ്ഥാനത്താണ് ശനി നിൽക്കുന്നത്. അതുകൊണ്ട് അത്യാവശ്യം തൊഴിൽ ലാഭമൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം. അത് മേടമാസം മുഴുവൻ പ്രതീക്ഷിക്കാം. പിന്നെ ശനിയാഴ്ച ശിവക്ഷേത്രങ്ങളിൽ പോവുക, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുക, വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് അത്യാവശ്യം ഗുണദോഷ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ പറയാം. കാര്യം പ്രതികൂലമായിട്ട് കാര്യമായ ഗ്രഹങ്ങൾ ഒന്നുമില്ല. ശനിയും വ്യാഴവും പ്രതികൂലം തന്നെ. എന്നാൽ തന്നെയും പ്രതികൂല ഗ്രഹങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അനുകൂലമായിട്ട് 3 ഗ്രഹങ്ങളേ ഉള്ളൂ. എങ്കിലും പൊതുവെ ഇവർക്ക് തൊഴിൽ ലാഭം പ്രതീക്ഷിക്കാം മേടമാസം മുഴുവൻ. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശിഖി, സർപ്പം, ചന്ദ്രൻ, ശുക്രൻ, സൂര്യൻ, അതുപോലെ തന്നെ 11ാം ഭാവത്തിൽ വ്യാഴം. അപ്പോൾ ഇവർക്ക് അത്യാവശ്യം ഗുണാധിക്യം കൂടുതലുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചൊവ്വ ലഗ്നത്തിൽ ജന്മത്തിൽ നിൽക്കുന്നു. അത് ആരോഗ്യകരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും 11ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ അതൊക്കെ ഒഴിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് വരും. അതുപോലെ തന്നെ 10ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ പ്രതീക്ഷിക്കാം മേടമാസം മുഴുവൻ. പൊതുവെ ഇവർക്ക് ഊഹക്കച്ചവടങ്ങളിൽ നേട്ടം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. സർവവിധ സൗഭാഗ്യം, വാഹന ലാഭം, അതുപോലെ തന്നെ ആഭരണ ലാഭം, വസ്ത്രലാഭം, ശയനസുഖം, അതുപോലെ തന്നെ പൊതുവെ ഇവർക്ക് ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ദിവസങ്ങളാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ പാദം. ചിങ്ങം രാശിക്ക് ചൊവ്വ, ശനി, സർപ്പം ഇവ പ്രതികൂലങ്ങളാണ്. ബുധനും ശുക്രനും അനുകൂലമാണ്. എങ്കിലും പൊതുവെ ഇവർക്ക് നല്ല ദിവസങ്ങളായിരിക്കില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ശനിയാഴ്ച, ഞായറാഴ്ച, തിങ്കളാഴ്ച ഇവർക്ക് ശിവക്ഷേത്രങ്ങളിൽ പോവുക, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ സർപ്പം, രാഹു പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അഷ്ടമ രാഹുവാണ്. സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാലും നടത്തുക, പുള്ളുവൻ പാട്ട് പാടിക്കുക. അത് ആയില്യം ദിവസമാണെങ്കിൽ ഉത്തമമാണ്. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക്
അത്ര നല്ല ദിവസങ്ങളല്ല ഈ ദിവസങ്ങൾ. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാര്യം 7-ാം ഭാവത്തിൽ ശനിയും സർപ്പവും ഒക്കെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ജന്മത്തിൽ ശിഖിയുമുണ്ട്. എങ്കിലും ഇവർക്ക് വ്യാഴവും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു. 9-ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു. അതുപോലെ തന്നെ ചൊവ്വ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വാഹന ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും പൊതുവെ ഇവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവം നേരിടുക, കൈകാര്യം ചെയ്യുക. വ്യാഴം അനുകൂലമാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ട്. പക്ഷേ അത് ഈ ചൊവ്വയും വ്യാഴവും മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഒരു ഗുണകരമായ ദിവസങ്ങളാണെന്ന് പറയാൻ പറ്റില്ല. പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് പൊതുവെ പ്രതികൂലങ്ങളായിട്ടുള്ള ഗ്രഹങ്ങൾ കുറവാണ്. വ്യാഴം മാത്രമാണ് ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. സൂര്യൻ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും. അതേസമയം ശനി, സർപ്പം, ശിഖി, ചൊവ്വ, ബുധൻ, ചന്ദ്രൻ ഇങ്ങനെ 6 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ഏർപ്പെടുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. അതുപോലെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് ഉയർച്ചയുണ്ടാവും. എങ്കിലും ശുക്രൻ ഇവിടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. എങ്കിലും പൊതുവെ പാപഗ്രഹങ്ങൾ 4 ശക്തമായ നിലയിൽ അനുകൂലമാണ്. അപ്പോൾ ഗുണഫലങ്ങൾ കൂടിയിരിക്കും. തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. പിന്നെ വ്യാഴം പ്രതികൂലമാണ്. എങ്കിലും ശുഭഗ്രഹമായ വ്യാഴത്തിൽ നിന്ന് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിലും മെയ് 14 ഇവർക്ക് വ്യാഴം അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ മെയ് 14 തൊട്ട് വ്യാഴത്തിൻ്റെയും ആനുകൂല്യം ഇവർക്ക് കിട്ടും. പൊതുവെ 2025 അതായത് 2026 മെയ് 14 വരെയെങ്കിലും ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഇപ്പം തന്നെ അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. തുലാം രാശിക്കാർ തീർച്ചയായിട്ടും നല്ല കാലമാണെന്ന് വിചാരിച്ചിട്ട് അമ്പലങ്ങളിലൊന്നും പോകാതിരിക്കരുത്. എല്ലാ ദിവസവും കഴിവതും പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നിർബന്ധമായിട്ടും പോകുന്നത് വളരെയധികം ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്നാൽ. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് പ്രതികൂല ഗ്രഹങ്ങൾ ഒന്നും തന്നെ ഇല്ല. അനുകൂലമായിട്ട് 5 ഗ്രഹങ്ങൾ ഉണ്ടാകാനും, അത് മാത്രമല്ല പ്രതികൂലങ്ങളായിട്ട് ഡയറക്റ്റ് പ്രതികൂലങ്ങളായിട്ട് ഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. ഏകദേശം 4 ഗ്രഹങ്ങളോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളായിട്ട് പ്രവചിക്കാം. 5 ഗ്രഹങ്ങൾ, അത് ശുക്രൻ, സർപ്പം, ശിഖി, സൂര്യൻ, വ്യാഴം.
7-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. അപ്പോൾ ദാമ്പത്യ ജീവിതം സുഖകരമാവും, കൂടുതൽ ഊഷ്മളമാവും, ബന്ധങ്ങൾ പൊതുവെ ഊഷ്മളമാവും. വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടങ്ങളുണ്ടാവും. സർവവിധ സൗഭാഗ്യം, ഭക്ഷണസുഖം, ശയനസുഖം, ലൗകിക സുഖങ്ങൾ നിരവധി ഇവർക്ക് അനുഭവവേദ്യമാവും. പിന്നെ സൂര്യൻ 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം മേടമാസം മുഴുവൻ ഉണ്ടാവും. പിന്നെ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. ബന്ധങ്ങൾ വഴി നേട്ടങ്ങളുണ്ടാവും. വൃശ്ചികം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. കാരണം ശനി, വ്യാഴം, ചൊവ്വ ഇവ പ്രതികൂലങ്ങളാണ്. ശനി കണ്ടകശനിയാണ്. വ്യാഴം 6-ാം ഭാവത്തിലാണ്. ചൊവ്വ അഷ്ടമത്തിലുമാണ്. അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ അഗ്നി ഭയം പ്രതീക്ഷിക്കുക. അതുപോലെ അത്യാവശ്യം ദൈവാധീനം കുറവുള്ള ദിവസങ്ങളാണ്. കാര്യം വ്യാഴം 6-ാം ഭാവത്തിലാണ്. പിന്നെ ശനി കണ്ടകശനിയാണ്. ശാരീരിക മാനസിക സമ്മർദ്ദങ്ങളുണ്ടാവാം. കഴിവതും ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. എങ്കിലും ഇവർക്ക് ചന്ദ്രൻ, ശുക്രൻ, ബുധൻ ഇവ അനുകൂലങ്ങളാണ്. അത്യാവശ്യം ധനവരമൊക്കെ ഉണ്ടാവും. അതിനൊക്കെ പരിധി ഉണ്ടാവുമെന്നേ ഉള്ളൂ. എങ്കിലും ഇവർക്ക് പൊതുവെ ദോഷാധിക്യം ആണ് ഞങ്ങൾ പറയുന്നത്. കാര്യം ശനിയും വ്യാഴവും ചൊവ്വയും പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലങ്ങളായിട്ട് നിൽക്കുകയാണ്. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വിവാഹ ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ചന്ദ്രനും പ്രതികൂലമാണ്. 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുന്നതാണ് ഉചിതം. എങ്കിലും ഇവർക്ക് ശനി, ശുക്രൻ, സർപ്പം, ശിഖി, വ്യാഴം അങ്ങനെ 5 ഗ്രഹങ്ങൾ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. എങ്കിലും ഇതെല്ലാം കൂടി ചേർന്ന് നേട്ടങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളിൽ ചൊവ്വ പ്രതികൂലമാണെങ്കിലും വ്യാഴം 5-ാം ഭാവത്തിലായതുകൊണ്ട് കുറച്ചൊക്കെ നല്ല മാറ്റങ്ങൾ ബന്ധങ്ങളിലുണ്ടാവും. അതുപോലെ തന്നെ ശനി അനുകൂലമായിട്ട് 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ സർവകാര്യ വിജയം. അപ്പോൾ ശനിയും വ്യാഴവും ഒരുപോലെ തന്നെ ഒരുമിച്ച് ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, അതുപോലെ ശുക്രൻ, സർപ്പം ഇവയൊക്കെ ഒരുമിച്ച് അനുകൂലമാണ്. അപ്പോൾ ഊഹക്കച്ചവടങ്ങളിൽ നേട്ടമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കുറേ കാലമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ മാറിത്തുടങ്ങിയാണ്. ശനിയും വ്യാഴമൊന്നും കാര്യമായിട്ട് അനുകൂലം അല്ലാത്ത ആണെങ്കിലും ഇവർക്ക് 5 ഗ്രഹങ്ങൾ പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ സൂര്യനും ചൊവ്വയും അനുകൂലമായിട്ട് നിൽക്കുന്നു.
അപ്പോൾ തൊഴിൽ ലാഭം ഈ മേടമാസം മുഴുവൻ ഉണ്ടാവും. സന്താന നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ ശുക്രനും ബുധനും ഒരുമിച്ച് അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ബന്ധങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. അതുപോലെ ചൊവ്വ അനുകൂലമാണ്. അപ്പോൾ നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് അത് മറികടക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. സൂര്യനും ചൊവ്വയും അനുകൂലമായതിനാൽ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞപക്ഷം പിതൃസ്വത്തിലുള്ള കൃഷി കൊണ്ടുള്ള ആദായം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും കുറഞ്ഞത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനിയാഴ്ച ഇവർ ശിവക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒക്കെ വഴിപാട് നടത്തുന്നത് ഗുണവർദ്ധനവിന് സാഹചര്യമുണ്ടാവും. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് സൂര്യൻ ഇവിടെ അനുകൂലമല്ലെങ്കിലും ജന്മത്തിൽ നിന്ന് മാറിയതിനാൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറും. പിന്നെ ഇവിടെ ശനിയും സർപ്പവും പ്രതികൂലമാണ്. 7 ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുക്കുക. ശിവക്ഷേത്രങ്ങളിൽ, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ, അതുപോലെ ശനിക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാടുകൾ നടത്തുക. അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ 100 പാല് നടത്തുക, പുള്ളുവ പാട്ട് പാടിക്കുക. അത് ആയില്യം ദിവസങ്ങളിലാണെങ്കിൽ ഉചിതമായിരിക്കും. പൊതുവെ ഇവർക്ക് ദോഷങ്ങൾ കുറഞ്ഞു തുടങ്ങിയാണ്. സൂര്യൻ ഇപ്പോൾ ജന്മത്തിൽ നിന്ന് മാറി 2ാം ഭാവത്തിലാണ്. വലിയ നേട്ടമൊന്നുമില്ല, എങ്കിലും ആ വലിയ ഒരു ദോഷാധിക്യം അങ്ങ് മാറി. അത് മാത്രമല്ല, സർപ്പം രാഹു മെയ് 18 ജന്മത്തിൽ നിന്ന് മാറും. 12ാം ഭാവത്തിലേക്കാണ്. എങ്കിലും അവർക്ക് 6ാം ഭാവത്തിൽ ശിഖി വരും 18-ാം തീയതി, മെയ് 18-ാം തീയതി മുതൽ. അപ്പോൾ അത് കുറച്ചൊക്കെ ബെറ്ററാണ്, ഇപ്പോഴത്തെക്കാട്ടിലും ബെറ്ററാണ്. അപ്പോൾ മീനം രാശിക്ക് ഗുണങ്ങൾ കിട്ടാൻ തുടങ്ങാൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും മെയ് 18 മുതൽ മീനം രാശിക്ക് ദോഷങ്ങൾ ഏതാണ്ട് വലിയൊരു അളവിൽ, ഗണ്യമായ അളവിൽ കുറയും. തീർച്ചയായിട്ടും മെയ് 18 മുതൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടായി തുടങ്ങും. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 18-4-2025 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി 19-4-2025 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 1, 4, 2, 8 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 20-4-2025 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 0, 4, 9, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 18-19 തീയതികളിൽ രാവിലെ 4:38 AM മുതൽ 5:26 AM വരെയാണ് 18-19 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. 20-ാം തീയതി രാവിലെ 4:37 AM മുതൽ രാവിലെ 5:25 AM വരെയാണ് 20-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി അഭിജിത്ത് മുഹൂർത്തം 18-ാം തീയതി ഉച്ചയ്ക്ക് 11:57 AM മുതൽ ഉച്ചയ്ക്ക് 12:45 PM വരെയാണ് 18-ാം തീയതി
അഭിജിത്ത് മുഹൂർത്തം 19-20 തീയതികളിൽ ഉച്ചയ്ക്ക് 11:56 AM മുതൽ ഉച്ചയ്ക്ക് 12:45 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രാഹുകാലം 18-ാം തീയതി രാവിലെ 10:49 AM മുതൽ ഉച്ചയ്ക്ക് 12:21 PM വരെയാണ് 18-ാം തീയതി രാഹുകാലം. 19-ാം തീയതി 9:17 AM മുതൽ 10:49 AM വരെയാണ് 19-ാം തീയതി രാഹുകാലം. 20-ാം തീയതി വൈകിട്ട് 4:56 PM മുതൽ വൈകിട്ട് 6:27 PM വരെയാണ് 20-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യനിറങ്ങൾ: 18-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, 19-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല, 20-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനവുണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.